സ്വാഗതം ടോപ് 10ലേക്ക്. എല്ലാവരും ചേർന്ന് ശബരിമല കൊള്ളയടിച്ചു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല, ഹൈക്കോടതിക്കുമില്ല. നടന്നത് കൂട്ടക്കൊള്ള എന്നാണ് കോടതി ഇന്ന് പറഞ്ഞത്. കട്ടതിൽ ഒരു പങ്ക് കണ്ടെടുത്ത ഇഡിയും അന്വേഷണ രംഗത്ത് സജീവമാകുന്നുണ്ട്. ഇതിനിടെ മൊഴിയിലൂടെ കടകംപള്ളി സുരേന്ദ്രനെ പെടുത്തിയിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റിയെ അറിയില്ല എന്ന് ആദ്യം പറഞ്ഞ മൊഴി കടകംപള്ളിക്ക് തിരുത്തേണ്ടി വന്നു. പോറ്റിയുടെ വീട്ടിൽ വരെ പോയിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടിയും വന്നു. കട്ടപ്പൊന്നും കട്ടവനും കൂട്ടുനിന്നവരുമൊക്കെയായി ഇനിയും വെളിപ്പെടാനുണ്ട് ഏറെ. നോക്കാം ആദ്യം ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ളയെന്ന ഹൈക്കോടതി. കൊള്ള ചെയ്ത സ്വർണം എവിടെയെന്ന് ചോദ്യം. പത്മകുമാറിനും മുരാരി ബാബുവിനും ഗോവർദ്ധനും ജാമ്യമില്ല. ശങ്കർദാസിന്റെ ആരോഗ്യനില പരിശോധിക്കാൻ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കാൻ നിർദ്ദേശം. റെയ്ഡിൽ കണ്ടെത്തിയ 1,30,00,000 രൂപ പിടിച്ചെടുത്തിയിടി. കടകംപള്ളി സുരേന്ദ്രനുമായി നല്ല ബന്ധമെന്നും വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയുമായി ബന്ധമെന്ന് കടകംപള്ളി. NSSുമായി യോജിച്ച് പ്രവർത്തിക്കാൻ SNDP യോഗം കൗൺസിലിന്റെ അംഗീകാരം. തുടർ ചർച്ചകൾ തുഷാർ വെള്ളാപ്പള്ളി നടത്തും. നായാടി മുതൽ നസ്രാണി വരെയുള്ള മുന്നേറ്റം അനിവാര്യമെന്ന് യോഗത്തിൽ വിലയിരുത്തൽ. ഐക്യം ഉറപ്പെന്നും തുഷാർ വന്നാൽ രാഷ്ട്രീയക്കാരനായല്ല വെള്ളാപ്പള്ളിയുടെ മകനായി സ്വീകരിക്കുമെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വർഗീയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും വളച്ചൊടിച്ചുവെന്നും വിശദീകരണം. തിരുത്ത് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന്. സജി ചെറിയാൻ പറഞ്ഞത് പാർട്ടി നിലപാടല്ലെന്ന് MP ഗോവിന്ദൻ. മന്ത്രിക്കെതിരെ നടപടി വേണമെന്ന് കോൺഗ്രസ്. ഖേദം തെറ്റായിപ്പോയെന്ന് വെള്ളാപ്പള്ളി. മറ്റന്നാൾ തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രി ആഘോഷപൂർവ്വം വരവേൽക്കാൻ BJP. പുതിയ 4 ട്രെയിനുകൾ മോദി ഫ്ളാഗ് ഓഫ് ചെയ്യും. വികസിത തിരുവനന്തപുരത്തിന്റെ രൂപരേഖ പുറത്തിറക്കും. മോദി എത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയാഘോഷത്തിൽ പങ്കെടുക്കാൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ NDAയിലേക്ക് ക്ഷണിച്ച കേന്ദ്രമന്ത്രി രാംദാസ് അത്തേവാലയ്ക്ക് CPMന്റെ മറുപടി. മന്ത്രിക്ക് കേരളത്തെക്കുറിച്ച് അറിയില്ലെന്നും NDAയ്ക്കൊപ്പം നിന്നാൽ കേന്ദ്രത്തിന്റെ പണം ലഭിക്കുമെന്ന പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമെന്നും MV ഗോവിന്ദൻ. കേരളത്തിൽ 50%-ലധികം പേർ ഭരണത്തിൽ അതൃപ്തരെന്ന NDTV സർവേ. LDFനെതിരെ 3%-ലേറെ വോട്ടുകൾ നേടി UDF അധികാരത്തിൽ വരും. ജനപ്രീതിയിൽ പിണറായിയെ പിന്തള്ളി VD സതീശൻ. ഒരു പണിയുമില്ലാത്തവരാണ് സർവേ നടത്തുന്നതെന്ന് രമേശ് ചെന്നിത്തല. ലൈംഗികാരോപണത്തെ തുടർന്ന് ദീപക് ആത്മഹത്യ ചെയ്ത കേസിൽ ഷിംജിത് അറസ്റ്റിൽ. 14 ദിവസം റിമാൻഡിലായ ഷിംജിത് മഞ്ചേരി ജയിലിൽ. കൊലക്കുറ്റം ചുമത്തണമെന്ന ദീപകിന്റെ ബന്ധുക്കൾ. ഡോക്ടർ P. രവീന്ദ്രൻ കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. നിയമനം സെർച്ച് കമ്മിറ്റി നൽകിയ 3 പേരിൽ നിന്ന് സെനറ്റ് നിർദ്ദേശിച്ച പേര് തള്ളി ഗവർണർ. ഇന്ത്യക്കെതിരായ ആദ്യ 2020-ൽ ന്യൂസിലൻഡിന് 239 റൺസ് വിജയലക്ഷ്യം. 84 റൺസ് നേടിയ അഭിഷേക് ശർമ്മയ്ക്ക് ഇരട്ട റെക്കോർഡ്. T20-ൽ കുറഞ്ഞ പന്തിൽ ഏറ്റവും കൂടുതൽ തവണ അർദ്ധ സെഞ്ചുറി നേടിയ താരം. കിവീസിനെതിരെ ഒരു ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി. ലോകകപ്പ് ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന ബംഗ്ലാദേശിന്റെ അഭ്യർത്ഥന നിരസിച്ച ICC. സ്വർണ്ണവില വീണ്ടും സർവകാല റെക്കോർഡിൽ. ഇന്ന് പവന് 2 തവണയായി കൂടിയത് 5480 രൂപ. 1 പവൻ സ്വർണത്തിന്റെ വില 1,15,320 രൂപ. രൂപയുടെ മൂല്യത്തിൽ ഇടിവ്. സ്റ്റോറി ഓഫ് ദി ഡേ. ഉല്ലാസവും സാഹസികതയുമായി കടനാട്ടിൽ കുട്ടവഞ്ചി ജലോത്സവം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും ഹൈക്കോടതി രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. നടന്നത് കൂട്ടക്കവർച്ച എന്ന് ഉറപ്പിക്കുകയാണ് കോടതി. ശങ്കർദാസിന് അസുഖമുണ്ടോ എന്ന് പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധിക്കാനും നിർദ്ദേശം നൽകി. പ്രതികളായ A. പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുകയും ചെയ്തു. ശബരിമലയിൽ നടന്നത് ആസൂത്രിതമായ കൂട്ടക്കവർച്ച എന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസ് A. ബദറുദ്ദീൻ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയത്. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചെന്ന് കോടതി നിരീക്ഷിച്ചു.
കവർച്ച സ്വർണം കണ്ടെത്തണമെന്നും കുറ്റപത്രം സമയബന്ധിതമായി തന്നെ കോടതി സമർപ്പിക്കണമെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശമുണ്ട്. കുറ്റപത്രം വായിക്കുന്നത് പ്രതികൾക്ക് ജാമ്യം ലഭിക്കുവാനുള്ള അവസരമൊരുക്കുമെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. കേസിൽ കൂടുതൽ പ്രതികളുടെ പങ്ക് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു. കേസന്വേഷണം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ ആശുപത്രിയിൽ അഭയം തേടിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KP ശങ്കർദാസിന്റെ ആരോഗ്യനില പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് പരിശോധിക്കണമെന്നും മുദ്രവച്ച കവറിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചു. കേസ് വരുമ്പോൾ ആശുപത്രിയിൽ അഭയം തേടിയാലും അറസ്റ്റും നടപടികളും ഒഴിവാക്കാനാവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ശങ്കർദാസിനെ ജയിലിലടച്ച് അവിടെ ചികിത്സ തുടരാനാകുമോ എന്നാണ് കോടതി പരിശോധിക്കുന്നത്. 2 കേസുകളിലായി 4147 ഗ്രാം സ്വർണം കൊള്ളയടിച്ചതായി SIT കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ 475 ഗ്രാം മാത്രമാണ് തിരികെ ലഭിച്ചിട്ടുള്ളത്. ബാക്കി സ്വർണം എവിടെ പോയെന്ന് കണ്ടെത്തുവാനാണ് പ്രത്യേക നിർദ്ദേശം. പത്മകുമാർ MLAയും ഭരിക്കുന്ന പാർട്ടിയിൽ സ്വാധീനമുള്ള നേതാവുമായതിനാൽ ജാമ്യം ലഭിച്ചാൽ അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുമെന്ന് കോടതി വിലയിരുത്തി. പഞ്ചാഗ്നി വ്യക്തിയെ തപസ് ചെയ്താലും ഈ പാപകർമ്മത്തിന് പ്രതിക്രിയയാകുമോ എന്ന മോഹൻലാൽ ചിത്രമായ അദ്വൈതത്തിലെ തീക്ഷ്ണമായ ഗാനപദം പങ്കുവച്ചുകൊണ്ടാണ് ജസ്റ്റിസ് A ബദറുദ്ദീൻ തന്റെ ന്യായവിധി അവസാനിപ്പിച്ചത്. രാഷ്ട്രീയ നിയമനമായ ബോർഡ് ചെയർമാൻ തന്നെ അമ്പലക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകുന്നതും പിന്നീട് ജീവിതാനുഭവങ്ങൾ കൊണ്ട് പശ്ചാത്തപിച്ച് ഇതേ രാഷ്ട്രീയക്കാരെ അമ്പലക്കൊള്ളയിൽ നിന്നും തടയുന്നതുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കട്ടതിലൊരു പങ്ക് കണ്ടെത്തി EDയും സജീവമായി. കേസുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തി 1,30 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. ഇതിനു പുറമെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാമിന്റെ സ്വർണ്ണക്കട്ടികളും പിടിച്ചെടുത്തിട്ടുണ്ട്. 21 കേന്ദ്രങ്ങളിലാണ് പരിശോധന നടന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ നിരവധി രേഖകളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. 3 സംസ്ഥാനങ്ങളിലായി 21 സ്ഥലങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, A പത്മകുമാർ എന്നിവരുടെ വീടുകളിലും ഓഫീസുകളിലും പരിശോധന നടത്തിയിരുന്നു. പ്രതികളുടെ 1,30 ലക്ഷം രൂപ വിലമതിക്കുന്ന സ്വത്തുക്കൾ മരവിപ്പിച്ചതായി ED വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 8 സ്വത്തുക്കളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്നും 100 ഗ്രാമിന്റെ സ്വർണ്ണക്കട്ടികളും പിടിച്ചെടുത്തിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും വിവിധ രേഖകളും പരിശോധനയിൽ പിടിച്ചെടുത്തു. അവയിൽ സ്വർണം ചെമ്പാക്കി മാറ്റിയെന്ന് കാണിക്കുന്ന രേഖകളും ഉൾപ്പെടുന്നുണ്ട്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ആസ്തി വിവരങ്ങൾ, സാമ്പത്തിക ഇടപാടുകൾ എന്നിവ പരിശോധിച്ചതിൽ ക്രമക്കേട് കണ്ടെത്തിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവകാശപ്പെടുന്നു. 100 കണക്കിന് രേഖകളാണ് പരിശോധനയിൽ ED പിടിച്ചെടുത്തിട്ടുള്ളത്. അവയെല്ലാം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് നീക്കം. നേരത്തെ SIT പിടിച്ചെടുത്ത രേഖകളും EDക്ക് കൈമാറിയിരുന്നു. ഈ രേഖകളിൽ ചിലത് കൃത്രിമമായി നിർമ്മിച്ചതാകാമെന്നാണ് ED സംശയിക്കുന്നത്. രേഖകളുടെ ആധികാരികത ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധനയും നടത്തും. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ കുടുക്കുന്ന മൊഴി നൽകിയിരിക്കുകയാണ് കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി. കടകംപള്ളി നിരവധി തവണ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും പല നേതാക്കളുമായും തനിക്ക് അടുത്ത ബന്ധമാണ് എന്നൊക്കെയാണ് മൊഴി. ഇതോടെ ആദ്യം അറിയില്ല എന്ന് പറഞ്ഞ മൊഴി തിരുത്തി പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്ന് സമ്മതിക്കേണ്ടി വന്നു മന്ത്രിക്ക്. കടകംപള്ളിയെ ഇനിയും ചോദ്യം ചെയ്യണമെന്ന ആവശ്യവുമായി കോൺഗ്രസും രംഗത്തെത്തി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായക മൊഴിയാണ് പുറത്തു വന്നിരിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രനടക്കം പലരുമായി തനിക്ക് ഏറ്റവും അടുത്ത ബന്ധമാണുള്ളതെന്നും കടകംപള്ളി നിരവധി തവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകി. എന്നാൽ പോറ്റിയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പൂർണ്ണമായും തള്ളി കടകംപള്ളി സുരേന്ദ്രൻ രംഗത്ത് വന്നു. ഒറ്റ തവണ മാത്രമാണ് പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും ദേവസ്വം മന്ത്രിയായിരിക്കെ പോലീസ് അകമ്പടിയോടെയാണെന്നും കടകംപള്ളി വിശദീകരിച്ചു. ഞാൻ SITയോട് ഒരു സന്ദർഭത്തിൽ പോറ്റിയുടെ വീട്ടിൽ പോയ കാര്യം SITയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വർഷവും തീയതിയും യഥാർത്ഥത്തിൽ അപ്പോഴിപ്പോഴും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ എനിക്ക് അന്ന് 3 ഗൺമാൻമാരുണ്ടായിരുന്നു. അതിൽ ഒരു ഗൺമാൻ ആ സന്ദർഭത്തിൽ ആ യാത്രയിൽ എന്നെ അനുഗമിച്ചിരുന്നുവെന്ന് പറയുന്നുണ്ട്. ആ ഗൺമാൻ അത് ഓർക്കുന്നുണ്ട്, അന്ന് പോയ കാര്യം ഓർക്കുന്നുണ്ട്. മറ്റു 2 ഗൺമാൻമാരും അങ്ങനെ പിന്നെ ഒരു സന്ദർഭത്തിൽ അവിടെ പോയതായിട്ട് ഓർക്കുന്നില്ല. ഞാൻ അങ്ങനെ പോയിട്ടില്ല. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യണമെന്നും SITക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദമുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം ആവർത്തിക്കുകയാണ്. ആ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കണം. ഗവൺമെന്റിന്റെ നിയന്ത്രണം അവരുടെ മേലുണ്ട്. ഏത് ഏജൻസി അന്വേഷിക്കുന്നതിനും ഞങ്ങളെതിരല്ല. കടകംപള്ളി സുരേന്ദ്രൻ നിത്യ സന്ദർശകനായിരുന്നു പോറ്റിയുടെ വീട്ടിൽ നിന്ന്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് വന്നുകൊണ്ടിരിക്കുന്നു. സ്വർണ്ണക്കളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണം പ്രധാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയും ED അന്വേഷണം തുടങ്ങുകയും ചെയ്ത സാഹചര്യത്തിൽ പ്രതിസ്ഥാനത്തായവർക്കും സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നവർക്കും വരും ദിനങ്ങൾ നിർണായകമാണ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ എടുത്ത് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെ പരിശോധനകളാണ് പുരോഗമിക്കുന്നത്. ഒപ്പം കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വിഷയത്തിലും കേസെടുക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷിക്കുന്ന SIT സംഘം സന്നിധാനത്ത് പരിശോധന തുടരുകയാണ്. സ്ട്രോങ് റൂമിലുള്ള ശ്രീകോവിലിന്റെ പഴയ വാതിൽപ്പാളികൾ പരിശോധിക്കുന്നതിനൊപ്പം പഴയ കൊടിമരം മാറ്റിയപ്പോൾ പെട്ടികളിലാക്കി സൂക്ഷിച്ചിട്ടുള്ള വസ്തുക്കളുടെ പരിശോധനയും നടത്തുന്നുണ്ട്. ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ചും പരിശോധനയുണ്ടാകും. അയ്യപ്പചരിതം കുത്തിയ സ്വർണ്ണപ്പാളികളാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മുൻപ് നടത്തിയ സാമ്പിൾ പരിശോധനയിൽ നിർണായക വിവരങ്ങൾ SIT കണ്ടെത്തിയിരുന്നു. അതേസമയം കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ച വിഷയത്തിലും കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് വിപുലമായ അന്വേഷണത്തിനാണ് ഒരുങ്ങുന്നത്. പഴയ കൊടിമരം കോൺക്രീറ്റിൽ നിർമ്മിച്ചതായിരുന്നുവെന്നും എന്നാൽ ഇതു സംബന്ധിച്ച രേഖകളൊന്നും ലഭ്യമല്ലാത്തതുമാണ് അന്വേഷണ സംഘത്തിന് സംശയമുണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് കൊടിമരം പുനഃപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചത് എന്നതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ഈ കേസിൽ ആരെയൊക്കെ പ്രതിയാക്കണമെന്ന് പരിശോധനകൾക്ക് ശേഷമായിരിക്കും തീരുമാനിക്കുക. പുതിയ FIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ SIT സംഘം ഇത് അന്വേഷിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. ജാമ്യം കിട്ടി, പക്ഷേ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാകാത്ത അവസ്ഥയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ദ്വാരപാലക കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ഉപാധികളോടെ പോറ്റിക്ക് ജാമ്യം നൽകിയത്. പക്ഷേ കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ പുറത്തിറങ്ങാനാകില്ല. N വാസുവിന്റെ ജാമ്യത്തിൽ ഇനി എന്താകും? നാളെ അറിയാം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും SIT കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് സ്വാഭാവിക ജാമ്യം വേണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കൊല്ലം വിജിലൻസ് കോടതി അംഗീകരിച്ചത്. ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. നിലവിൽ ദ്വാരപാലക, കട്ടിളപ്പാളി എന്നീ 2 കേസുകളാണ് പോറ്റിക്കെതിരെയുള്ളത്. ഇതിൽ ദ്വാരപാലക കേസിലാണ് ജാമ്യം. എന്നാൽ കട്ടിളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചു. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും മുരാരി ബാബു അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിക്കാത്തത് ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യഹർജി സമർപ്പിച്ചത്. ഇതിൽ വാദം പൂർത്തിയാക്കിയ ശേഷം കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം. NSS SNDP ഐക്യ നീക്കത്തിലെ ചർച്ചകൾ സജീവമാവുകയാണ്. നായാടി മുതൽ നസ്രാണി വരെയുള്ള സാമൂഹ്യ മുന്നേറ്റം അനിവാര്യമെന്നറിയിച്ച് NSSുമായി ചേർന്ന് പ്രവർത്തിക്കാൻ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് SNDP നേതൃയോഗം. തുടർ ചർച്ചകൾക്കായി തുഷാർ വെള്ളാപ്പള്ളിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്താനാണ് തീരുമാനം. കേരളത്തിലെ നായാടി മുതൽ നസ്രാണി വരെയുള്ള ഒരു സാമൂഹ്യ മുന്നേറ്റം അനിവാര്യമാണെന്ന് വിലയിരുത്തിയ യോഗം ഈ പ്രവർത്തനങ്ങളുടെ ആദ്യചുവടെന്ന നിലയിൽ നായർ സർവീസ് സൊസൈറ്റിയും SNDP യോഗവും മറ്റ് ന്യൂനപക്ഷ ദളിത് സമുദായ സംഘടനകളുടെയും സമാന മനസ്കരായവരെയും ചേർത്ത് സാമൂഹ്യനീതിയുടെ മേഖല ശക്തിപ്പെടുത്താനുള്ള തീരുമാനമാണ് ഐക്യകണ്ഠേന കൈക്കൊണ്ടത്. ദൗത്യം പ്രായോഗിക തലത്തിലെത്തിക്കാൻ തുഷാർ വെള്ളാപ്പള്ളിയെ യോഗം ചുമതലപ്പെടുത്തി. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിൽ ശക്തമായി മുമ്പോട്ട് പോകാനും അതോടൊപ്പം തന്നെ സുകുമാരൻ നായർ ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അവരുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നേടാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. ഐക്യത്തിന് ഒരു ഉപാധിയുമില്ല എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരെ നേരിൽ കാണുമെന്നും സുകുമാരൻ നായരുടെ സൗകര്യം നോക്കി സമയം നിശ്ചയിക്കുമെന്നും കൂട്ടിച്ചേർത്തു. തനിക്കെതിരെ നടന്ന സംഘടിത അക്രമങ്ങളിൽ സുകുമാരൻ നായർ നൽകിയ ആത്മബലം ഓർക്കാതിരിക്കാനാകില്ല. മുൻപുണ്ടായിട്ടുള്ള തെറ്റുകളെല്ലാം തിരുത്തും. SNDPയും NSSും തമ്മിൽ ഇനി കൊമ്പ് കോർക്കുന്ന പ്രശ്നമേ ഉണ്ടാകില്ല എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. അതേസമയം സാമൂഹ്യനീതിയുടെ മേഖല ശക്തിപ്പെടുത്താൻ മുസ്ലിം ലീഗ് ഒഴികെയുള്ള മുസ്ലിം സംഘടനകളുമായി ചർച്ച നടത്തുമെന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒഴികെയുള്ള ബാക്കി മുസ്ലിം സമുദായത്തിൻ്റെ സംഘടനകളുണ്ട്. ആ സംഘടനകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഞങ്ങളുമായി സഹകരിക്കാൻ കഴിയുന്ന എല്ലാവരുമായി സഹകരിക്കും. രാഷ്ട്രീയ നിലപാട് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിലപാടെടുക്കേണ്ടി വന്നാൽ എടുക്കുമെന്നും സമദൂരമാണ് അവരുടെ തീരുമാനമെങ്കിൽ അങ്ങനെ പോകുമെന്നും അതല്ല ഒറ്റയ്ക്കെങ്കിൽ അങ്ങനെ നിലപാട് സ്വീകരിക്കുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. യോഗം ലീഗിനെതിരെയും പ്രമേയം പാസാക്കി. മലപ്പുറം ജില്ല ആരുടെയും സ്വകാര്യ സാമ്രാജ്യമല്ല. മതത്തിൻ്റെ പേരിൽ ലീഗ് സ്വയം ആനുകൂല്യങ്ങൾ എഴുതിയെടുക്കുന്നു. ലീഗിൻ്റെ മതേതരത്വം തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമാണ്. മതത്തിനു വേണ്ടി മാത്രം ഭരണം നടത്തുന്ന ലീഗ് ഭരണഘടനാ ലംഘനം നടത്തുന്നുവെന്നും പ്രമേയത്തിൽ പറയുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ.
തുഷാർ വരട്ടെ, രാഷ്ട്രീയക്കാരനായല്ല വെള്ളാപ്പള്ളിയുടെ മകനായി സ്വീകരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഐക്യം എന്ന നിലപാടിലാണ് അദ്ദേഹം. ഐക്യം സംബന്ധിച്ച ഡയറക്ടർ ബോർഡ് യോഗം ചേർന്ന് ആലോചിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഐക്യം എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഐക്യം എന്നതാണ് നിലപാടെന്നും ജി സുകുമാരൻ നായർ പറഞ്ഞു. ഐക്യമെന്നത് സതീശനും SNDPയും NSSും തമ്മിലുള്ള വിഷയമാക്കി മാറ്റി ആരും ആളാവണ്ട. സതീശൻ അത്ര വലിയ ഉമ്മാക്കിയൊന്നുമല്ലെന്നും അതൊക്കെ കോൺഗ്രസുകാർ ഊതിപ്പെരിപ്പിക്കുന്നതാണെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. സതീശന് എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യം? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, SNDP NSSുമായിട്ടുള്ള വിഷയത്തിൽ ഈ സതീശ് അല്ല, അങ്ങനെയാണ് ഇവിടെ KPCC പ്രസിഡന്റില്ലേ, അവരെ അല്ലേ ഉയർത്തേണ്ടത്? ഇയാളെ എത്ര പൊക്കി കാണിക്കേണ്ട കാര്യം തന്നെ? അയാളുടെ സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആരും ആളാകണ്ട. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി വർഗീയത കാണിക്കുന്നവരാണ് വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞു നടക്കുന്നത്. വർഗീയതയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുകയും അവസാനം ഞങ്ങളുടെ മുദ്രാവാക്യം വർഗീയതയ്ക്കെതിരെയാണ് എന്ന് പറയുന്നുവെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വർഗീയത പറയുന്നു. ആരെ വർഗീയതയ്ക്ക് പോകുന്നു? ഞങ്ങളാരും പോയിട്ടില്ല വർഗീയതയ്ക്ക്. പക്ഷെ അവരൊക്കെ സൗകര്യം പോലെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി അവർ വർഗീയത കാണിക്കുകയും അതിന് വേണ്ടതായ കരുക്കൾ അണക്കുകയും ചെയ്തിട്ട് ഈ ഞങ്ങളുടെ സ്ലോഗൻ ഇതാണ്, വർഗീയത 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 എന്ന് പറയും. അവർ ഞങ്ങളുടെ കൂടെ അപ്പുറത്തും ഇപ്പുറത്തുമായി. അതിന് ഞങ്ങൾ അങ്ങനെ വരാറായില്ല. അടുത്ത സർക്കാരിൽ ന്യൂനപക്ഷ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന സഭകളുടെ നിലപാടിൽ തെറ്റില്ല. തർക്കമുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യണമെന്ന് NSS നേരത്തെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യപ്പെടും എന്നാണ് കരുതുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥിതിവിശേഷമല്ല ഇപ്പോഴുള്ളത്. അതിനുശേഷം വെള്ളം ധാരാളം ഒഴുകിപ്പോയി. ഭരണ തുടർച്ച ഉണ്ടാകുമോ എന്നത് NSSന്റെ വിഷയമല്ല എന്നും സുകുമാരൻ നായർ പറഞ്ഞു. അമൃത ന്യൂസ്, കോട്ടയം. 2 വോട്ടിനു വേണ്ടി ആരോടും കൂട്ടുകൂടുന്ന നിലപാടില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. CPMന്റെ മന്ത്രിയും MLAയും ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പങ്കെടുത്തതിലൂടെ ഇന്നുവരെ CPM പറഞ്ഞതിൽ ആത്മാർത്ഥതയില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അവർക്ക് ഒരു നിലപാടുമില്ല. ഇവര് 2 വോട്ടിന് വേണ്ടി ആരോടും കൂട്ടുകൂടുക എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമി എതിരായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ നേതാവായ ആരിഫ് അലിയുമായിട്ട് ഇന്ന് മന്ത്രി അബ്ദുറഹിമാൻ ഒരു യോഗത്തിൽ പങ്കെടുക്കുകയാണ്. മാത്രമല്ല ഒരു MLA അവരുടെ യോഗത്തിൽ പങ്കെടുത്തു പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി സജി ചെറിയാൻ നടത്തിയ പരാമർശങ്ങളിൽ ഒപ്പം നിന്ന CPM ഇന്ന് നിലപാട് മാറ്റി. സജി ചെറിയാനോട് തിരുത്താനും ആവശ്യപ്പെട്ടു. ഒടുവിൽ മന്ത്രി തിരുത്തി. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചതാണ് എങ്കിലും ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പിൻവലിക്കുന്നുവെന്നും മന്ത്രി അറിയിച്ചു. വിവാദ പരാമർശത്തിൽ സജി ചെറിയാനെ CPM പിന്തുണച്ചിരുന്നില്ല. ഇടതുമുന്നണിയെ ബാധിക്കുന്ന പ്രസ്താവനയാണ് സജി ചെറിയാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന വികാരം CPMനുള്ളിൽ ശക്തവുമായിരുന്നു. ഇതിനു പിന്നാലെയാണ് മന്ത്രിയുടെ ഖേദപ്രകടനം. വർഗീയ ധ്രുവീകരണം ഉണ്ടോ എന്ന് അറിയാൻ മലപ്പുറത്തും കാസർകോട്ടും ജയിച്ചവരുടെ പേരുകൾ നോക്കിയാൽ മതിയെന്നും ഇതാർക്കും മനസ്സിലാകില്ലെന്ന് കരുതരുത് എന്നുമുള്ള മന്ത്രിയുടെ പ്രസ്താവനയാണ് വിവാദത്തിലായത്. എന്നാൽ താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ച് ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം തന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുവെന്ന് വിശദീകരണക്കുറിപ്പിൽ മന്ത്രി ചൂണ്ടിക്കാട്ടി. ജീവിതത്തിൽ ഇന്നുവരെ സ്വീകരിച്ചതും പുലർത്തിയതുമായ മതനിരപേക്ഷമായ നിലപാടിനെ വ്രണപ്പെടുത്തുന്നതാണ് ഈ പ്രചാരണങ്ങൾ. മതചിന്തകൾക്കതീതമായി എല്ലാ മനുഷ്യരെയും ഒരുപോലെ ജാതി മത വ്യത്യാസമില്ലാതെ സ്നേഹിക്കുകയും അവർക്കു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന തൻ്റെ പൊതുജീവിതത്തെ വർഗീയതയുടെ ചേരിയിൽ നിർത്തി ചോദ്യം ചെയ്യുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പ്രസ്താവന വളച്ചൊടിച്ചതാണെങ്കിലും ആ പ്രചാരണം സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നു. ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും സജി ചെറിയാൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആദ്യം വാർത്താ സമ്മേളനം നടത്തുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നെങ്കിലും പിന്നീട് വാർത്താക്കുറിപ്പിറക്കി വിഷയം കൂടുതൽ വഷളാക്കാതെ മന്ത്രി തടി തപ്പുകയായിരുന്നു. അമൃത ന്യൂസ്, ആലപ്പുഴ. പാർട്ടി തന്നെയാണ് തിരുത്തൽ ആവശ്യപ്പെട്ടതെന്ന് സ്ഥിരീകരിച്ച CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. എന്നാൽ അതുകൊണ്ടായില്ല മന്ത്രിക്കെതിരെ പാർട്ടിയും സർക്കാരും കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഇന്ന് ആവശ്യപ്പെട്ടത്.
പിന്നെ വെറുതെ പിൻവലിക്കുവാരെങ്കിലും. ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. അത് അന്നും അതെ, ഇന്നും അതെ, നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട് ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല എന്ന് ഉറപ്പായിട്ട് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്. അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക മന്ത്രിയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നിലപാടുകളെയാണ് അദ്ദേഹം എതിർത്തത്. ആദ്യം ഈ സംസ്ഥാന സെക്രട്ടറി നമ്മുടെ സജി ചെറിയാൻ പറഞ്ഞതിനെ പറ്റി മറുപടി പറയട്ടെ. ഒരക്ഷരം മിണ്ടുന്നില്ലല്ലോ, എന്തുകൊണ്ട് തള്ളി പറയുന്നില്ല? പറഞ്ഞ വാക്ക് പാലിക്കാൻ പ്രധാനമന്ത്രി വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് എത്തുകയാണ്. കോർപ്പറേഷൻ സ്വന്തമാക്കിയ ആ ചരിത്ര വിജയം ആഘോഷിക്കും. തിരുവനന്തപുരത്തിന്റെ വികസന രൂപരേഖയും പുറത്തിറക്കും. കേരളത്തിന് അനുവദിച്ച പുതിയ 4 ട്രെയിനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. മറ്റെന്തൊക്കെയുണ്ടാകും? കാത്തിരിക്കുകയാണ് തിരുവനന്തപുരം നിവാസികളും രാഷ്ട്രീയ കേരളവും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം നേടിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമെന്നായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്കുപാലിച്ചെത്തുന്ന മോദിയുടെ വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്തുണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന പ്രധാനമന്ത്രിയെ വൻ റോഡ് ഷോ ഒരുക്കി സ്വീകരിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കും. വികസിത തിരുവനന്തപുരത്തിന്റെ ബ്ലൂ പ്രിന്റ് പ്രധാനമന്ത്രി പുറത്തിറക്കുന്നതാകും ഏറ്റവും ശ്രദ്ധേയം. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിനുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം കണക്ട് ചെയ്തുള്ള വികസന കോറിഡോർ അടക്കം പ്ലാനിലുണ്ടെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരഞ്ഞെടുപ്പ് അടുത്തു. രാഷ്ട്രീയത്തിൽ കൂടുവിട്ട് കൂടുമാറ്റവും സജീവം. ഇന്ന് അങ്ങനെ ഒരു ക്ഷണം ഏറെ ശ്രദ്ധ നേടുകയുണ്ടായി. വേറെ ആരെയുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയനെ NDAയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെ. ഭരണ തുടർച്ചയ്ക്ക് NDAയിൽ ചേരാനാണ് പിണറായി വിജയനോട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. He will come and join our NDA, and in the coming assembly election, if the Vijayan and BJP will come together, then there should not be any problem for taking the power in Kerala. Otherwise, after 5 years, but if the Honorable Vijayan and BJP will come together, then definitely again Vijayan will become, and he will also become the Chief Minister of Kerala. That is also my appeal. What decision he think about that, because the Communist Party is also opposing the BJP. The agenda. മുഖ്യമന്ത്രി NDAയിലേക്ക് സ്വാഗതം ചെയ്ത കേന്ദ്രമന്ത്രി രാംദാസ് അതാവലെയ്ക്ക് മറുപടി നൽകിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. കേരളം എന്താണെന്ന് അതാവലെയ്ക്ക് അറിയില്ലെന്നും കേന്ദ്രത്തിന്റെ പണം ലഭിക്കണമെങ്കിൽ NDAയുടെ ഭാഗമാകണമെന്ന പ്രസ്താവന ഭരണഘടനാ വിരുദ്ധമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അതെ, അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. RSSും അതുപോലെ തന്നെ BJPയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന CPIയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ഓരോ ഇഞ്ച് പൊരുതിയിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം ഈ വർഗീയ ശക്തികൾക്കെതിരായിട്ട് മുന്നേറിയിട്ടുള്ളത്. ആ മുന്നേറ്റം തുടരുകയാണ്. ആ മുന്നേറ്റം ഇനിയും തുടരും. UDFന് ആശ്വസിക്കാവുന്ന സർവേ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് NDTV. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുള്ളതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമാണ് കാര്യങ്ങൾ എന്നതാണ് റിപ്പോർട്ടിലെ സാരാംശം. സർവേ പ്രകാരം കേരളത്തിൽ ജനപ്രീതിയുള്ള നേതാവ് VD സതീശനാണ്. രണ്ടാമതേ പിണറായി വിജയനുള്ളൂ. സംസ്ഥാനത്ത് 50%-ലധികം ജനങ്ങൾ ഭരണത്തിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുവെന്നാണ് NDTVയുടെ സർവേ ഫലം. ഭരണം വളരെ മോശം എന്ന് പറയുന്നത് 31% ആളുകളാണ്. മോശം എന്ന് പറയുന്നത് 20%. 40% ആളുകൾ ഭരണം നല്ലതെന്നും അഭിപ്രായപ്പെടുന്നു. 22% പേർ VD സതീശന് പിന്തുണ നൽകുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ 18%വും
കെ ശൈലജയെ 16% പേരുമാണ് അനുകൂലിക്കുന്നത്. സർവേയിൽ ശശി തരൂറിന് 9.8% പേരുടെ പിന്തുണയുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് 14.5% പേരുടെ പിന്തുണയാണ് ഉള്ളത്. വോട്ടുവിഹിതത്തിലും UDFന് മുൻതൂക്കമുണ്ടാകുമെന്നും സർവേ പറയുന്നു. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8%മാണ് വോട്ടുവിഹിതം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനപിന്തുണ പിണറായി വിജയനേക്കാൾ VD സതീശനാണെന്നും സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ടെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. നേതൃത്വത്തിലുള്ള ജനപിന്തുണ പരിശോധിക്കുമ്പോൾ UDF നേതാക്കളായ VD സതീശൻ, ശശി തരൂർ, KC വേണുഗോപാൽ എന്നിവർക്ക് LDF നേതാക്കളെക്കാൾ ഉയർന്ന ജനപിന്തുണയുണ്ടെന്നാണ് സർവേ റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. NDTV സർവേയിൽ VD സതീശന് മേൽക്കൈ ലഭിക്കുമ്പോൾ ആ നീരസം അല്പം പ്രകടമാക്കുകയാണ് രമേശ് ചെന്നിത്തല. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് സംബന്ധിച്ച സർവേയിൽ തന്റെ പേരില്ലാത്തതിൽ സന്തോഷം എന്നാണ് പ്രതികരണം. അതൊക്കെ ചുമ്മാ വെറുതെ അങ്ങയുടെ പേരില്ല വേണ്ട, എന്റെ പേരില്ലാതെ വളരെ നന്നായി. എന്റെ പേര് എന്റെ പേരില്ലാതെ വളരെ നന്നായി. കാരണം ഇതെല്ലാം ആളുകൾക്ക് വേറെ ജോലി ഇല്ലാഞ്ഞിട്ട് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ബസ്സിൽ ലൈംഗികാരോപണം ഉന്നയിച്ച കപട ദൃശ്യങ്ങളാൽ മുറിവേൽപ്പിച്ച് ദീപകിനെ മരണത്തിലേക്ക് തള്ളിവിട്ട ഷിംജിത ഒടുവിൽ പിടിയിലായി. ബന്ധുവീട്ടിലായിരുന്നു ഒളിച്ചിരുന്നത്. ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റുണ്ടായത്. ഷിംജിതയെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ദീപകിന്റെ കുടുംബം നൽകിയ പരാതിയിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത്. ഒളിവിൽ കഴിയുന്നതിനിടെ വടകരയ്ക്ക് സമീപത്തെ ബന്ധുവീട്ടിൽ വെച്ചാണ് ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് വിവരം. തുടർന്ന് സ്വകാര്യ വാഹനത്തിൽ പ്രതിയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന നടത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ മഞ്ചേരി സബ് ജയിലിലേക്ക് മാറ്റി. ഷിംജിതയ്ക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഒരിക്കലും ജയിലിൽ നിന്നും പുറത്തുവിടരുതെന്നും മരിച്ച ദീപകിന്റെ കുടുംബം പ്രതികരിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ ഒരു കുറ്റം അവർക്ക് വേറെ അച്ഛനമ്മയ്ക്കും വരാൻ പാടില്ല. ഒന്നും ചെയ്യൊരു പാവം കുട്ടിയാണ്. ഒരാളോട് ഒരു ചീത്തത്തരത്തിന് എൻ്റെ ഇതുവരെയായിട്ട് പോയിട്ടില്ല. പോലീസുകാർ മഫ്തി വേഷത്തിലെത്തി പ്രതിയെ പിടികൂടിയതിലും സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നതിലും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പോലീസുകാർ ഷിംജിതയ്ക്ക് VIP പരിഗണന നൽകിയെന്നാണ് BJPയുടെ ആരോപണം. MLA-മാരെ വരെ അറസ്റ്റ് ചെയ്തപ്പോൾ പോലീസ് വാഹനത്തിലാണ് കൊണ്ടുപോയത്. ഇവിടെ ദീപകിൻ്റെ കൊലയാളിയെ പോലീസ് വാഹനത്തിലല്ല, വേറെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെയല്ല, മെഡിക്കൽ കോളേജ് പോലീസിൻ്റെ സബ് ഇൻസ്പെക്ടറുടെ സ്വകാര്യ വാഹനത്തിൽ കയറ്റി റോഡിലിറങ്ങാൻ നിയമപരമായിട്ട് അനുവാദമില്ലാത്തൊരു വാഹനത്തിൽ കയറ്റി കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ഓരോ ഘട്ടത്തിലും ഈ കേസ് സമർത്ഥമായി എങ്ങനെ അട്ടിമറിക്കാം എന്നുള്ളതിൻ്റെ ഗവേഷണം നടന്നു. അതേസമയം അടുത്ത ദിവസം തന്നെ പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്ന് അന്വേഷണ സംഘവും ജാമ്യാപേക്ഷ ഉടൻ നൽകുമെന്ന് ഷിംജിതയുടെ അഭിഭാഷകനും വ്യക്തമാക്കി. ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനും ഡിജിറ്റൽ തെളിവുകൾ കണ്ടെത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അമൃത ന്യൂസ്, കോഴിക്കോട്. സർക്കാർ ഗവർണർ പോരിനിടെ ഡോക്ടർ P. രവീന്ദ്രനെ കാലിക്കറ്റ് സർവകലാശാല VC-ആയി നിയമിച്ചു. ലോക് ഭവൻ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കി. സെനറ്റിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ഗവർണറുടെ നിയമനം. കഴിഞ്ഞ 1.5 വർഷമായി കാലിക്കറ്റിലെ താൽക്കാലിക VC-ആയി പ്രവർത്തിച്ചു വരികയായിരുന്നു ഡോക്ടർ രവീന്ദ്രൻ. 4 വർഷത്തേക്കാണ് VC നിയമനം. കാലിക്കറ്റ് സർവകലാശാല പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ P. രവീന്ദ്രനെ നിയമിച്ചുകൊണ്ട് ലോക് ഭവൻ ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. VC നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി സമർപ്പിച്ച 3 പേരുകളടങ്ങിയ പാനലിൽ നിന്നാണ് ഡോക്ടർ P. രവീന്ദ്രനെ ചാൻസലർ കൂടിയായ ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിരഞ്ഞെടുത്തത്. സെനറ്റിന്റെ നിർദ്ദേശം തള്ളിക്കൊണ്ടാണ് ഗവർണറുടെ നിർണായക നീക്കം. സർക്കാർ ഗവർണർ പോരിനിടെയാണ് സർവകലാശാലയ്ക്ക് പുതിയ വൈസ് ചാൻസലറെ നിയമിക്കുന്നത്. ഇത് സംബന്ധിച്ച കേസ് ഹൈക്കോടതിയിലുള്ളതിനാൽ കോടതി വിധിക്ക് അനുസരിച്ചാവും നിയമനത്തിന്റെ സാധുത. കാലിക്കറ്റ് സർവകലാശാല കെമിസ്ട്രി വിഭാഗം പ്രൊഫസറായ ഡോക്ടർ P. രവീന്ദ്രൻ നേരത്തെ VC-യുടെ ചുമതല വഹിച്ചിരുന്നു. ഗവർണർ നിയമിച്ച സെർച്ച് കമ്മിറ്റി ഇന്റർവ്യൂവിൽ പങ്കെടുത്ത 35 പേരിൽ നിന്ന് 5 പേരുടെ പേര് സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾ ഗവർണർക്ക് സമർപ്പിച്ചിരുന്നു. ഈ പാനലിൽ നിന്നാണ് ഡോക്ടർ P. രവീന്ദ്രനെ വൈസ് ചാൻസലറായി നിയമിക്കാൻ ഗവർണർ ഉത്തരവിട്ടത്. ഡോക്ടർ MK ജയരാജ് പദവി ഒഴിഞ്ഞതിനെ തുടർന്നായിരുന്നു താൽക്കാലിക നിയമനം. കാലിക്കറ്റ് സർവകലാശാല VC നിയമനം നടന്നതോടെ സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ 4 സ്ഥിരം VC-മാർ നിയമിതരായി. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ഇന്ത്യക്കെതിരായ ആദ്യ 2020-ൽ ന്യൂസിലാൻഡിന് 239 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 238 റൺസ് എടുത്തത്. 35 പന്തിൽ 84 റൺസ് അടിച്ച് ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മ 2 റെക്കോർഡുകൾ സ്വന്തമാക്കി. 22 പന്തിൽ അർദ്ധ സെഞ്ചുറി തികച്ച അഭിഷേക് T20 ചരിത്രത്തിൽ 25-ൽ കുറവ് പന്തുകളിൽ ഏറ്റവും കൂടുതൽ തവണ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമായി. 8ാം തവണയാണ് അഭിഷേക് 25-ൽ താഴെയുള്ള പന്തുകളിൽ അർദ്ധ സെഞ്ചുറി അടിക്കുന്നത്. ഇതിനു പുറമെ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യൻ താരത്തിന്റെ വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡും അഭിഷേക് നേടി. മറുപടി ബാറ്റിംഗിൽ ന്യൂസിലാൻഡ് 5-ന് 183 റൺസ് എന്ന നിലയിലാണ്. മാർച്ച് മാസത്തിലും അർജന്റീനയുടെ സൂപ്പർ താരം ലയണൽ മെസ്സി കേരളത്തിലെത്തിയേക്കില്ല. മാർച്ചിലെ അർജന്റീനയുടെ 2 മത്സരങ്ങളും ഖത്തറിലായിരിക്കും നടക്കുക. നേരത്തെ മാർച്ചിൽ മെസ്സി കേരളത്തിലെത്തും എന്നാണ് സ്പോൺസർ അറിയിച്ചിരുന്നത്. ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായാകും അർജന്റീനയുടെ മത്സരങ്ങൾ. മാർച്ച് 26-നും 31-നും ഇടയിൽ ദോഹ വേദിയായ ഖത്തർ ഫുട്ബോൾ ഫെസ്റ്റിവലിലാണ് അർജന്റീനയുടെ മത്സരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരാധകർ കാത്തിരിക്കുന്ന പോരാട്ടത്തിൽ മാർച്ച് 27-ന് അർജന്റീന യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ നേരിടും. ഈ വർഷത്തെ T20 ലോകകപ്പ് മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്ന് മാറ്റണമെന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥന നിരസിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ. ഇന്ന് ചേർന്ന അടിയന്തര ബോർഡ് യോഗത്തിലാണ് തീരുമാനം. T20 ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല എന്ന നിലപാട് തുടർന്നാൽ ബംഗ്ലാദേശിനെ ടൂർണമെന്റിൽ നിന്ന് ഒഴിവാക്കി പകരം മറ്റൊരു ടീമിനെ ഉൾപ്പെടുത്തുമെന്ന് ICC മുന്നറിയിപ്പ് നൽകി. ഇക്കാര്യം ബംഗ്ലാദേശ് സർക്കാരിനെ അറിയിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് പിന്മാറുന്ന പക്ഷം മറ്റൊരു ടീമിനെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ICC ബോർഡ് യോഗത്തിൽ വോട്ടെടുപ്പ് നടന്നു. ബോർഡിലെ ഭൂരിഭാഗം അംഗങ്ങളും പകരക്കാരെ ഉൾപ്പെടുത്തുന്നതിനെ അനുകൂലിച്ചു. സുരക്ഷാ കാരണങ്ങളാലോ രാഷ്ട്രീയ കാരണങ്ങളാലോ ഇന്ത്യയിലേക്ക് വരാൻ കഴിയില്ല എന്ന നിലപാടിൽ ബംഗ്ലാദേശ് ഉറച്ചു നിന്നാൽ അവർക്ക് ഇത്തവണത്തെ ലോകകപ്പ് നഷ്ടമായേക്കും. അന്തിമ നിലപാട് അറിയിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന് ICC ഒരു ദിവസം കൂടി സമയം അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കാര്യവട്ടത്ത് നടക്കുന്ന ഇന്ത്യ ന്യൂസിലൻഡ് T20 മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് ആവേശകരമായ തുടക്കം. നടൻ പൃഥ്വിരാജ് ടിക്കറ്റ് വിൽപ്പന ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 31-നാണ് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്ന ഏകദിന മത്സരം. ഈ മാസം 31-നാണ് ഇന്ത്യ ന്യൂസിലൻഡ് T20 മത്സരം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുക. ക്രിക്കറ്റ് പ്രേമികൾക്കും വിദ്യാർത്ഥികൾക്കും കുറഞ്ഞ നിരക്കിൽ രാജ്യാന്തര മത്സരം കാണാൻ കഴിയുന്ന സുവർണാവസരമാണ് KCA ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ നിരക്കായ 250 രൂപയ്ക്ക് വിദ്യാർത്ഥികൾക്ക് മത്സരം കാണാം. അപ്പർ ടയർ ടിക്കറ്റുകൾക്ക് 500 രൂപയും ലോവർ ടയർ ടിക്കറ്റുകൾക്ക് 1200 രൂപയുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ആരാധകർക്ക് ടിക്കറ്റ് ജീനി മൊബൈൽ ആപ്പ് വഴി ഓൺലൈനായി ബുക്ക് ചെയ്യാം. നടൻ പൃഥ്വിരാജ് ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന നടത്തി. ക്രിക്കറ്റിനോടുള്ള തന്റെ അടങ്ങാത്ത അഭിനിവേശവും താരം മറച്ചുവെച്ചില്ല. ബഹുമാനപ്പെട്ട KCA സെക്രട്ടറി നാനയും വെള്ളി നക്ഷത്രമൊക്കെ വായിച്ചാണ് വളർന്നതെന്ന് പറഞ്ഞു. ഞാൻ വിസ്ഡനൊക്കെ വായിച്ചാണ് വളർന്നത്. ഞാൻ കുട്ടിക്കാലം മുതൽ ഒരു ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തനാണ്. ഞാനൊരു ഫുട്ബോൾ ടീമിന്റെ ഉടമസ്ഥനായിട്ടും കേരള സൂപ്പർ ലീഗിന്റെ ലോഞ്ചിന് ഞാൻ ക്രിക്കറ്റ് പാഷൻ ആണ് എൻ്റെ മെയിൻ സ്പോർട്സ് പാഷൻ എന്ന് വേദിയിൽ പറഞ്ഞ ഒരാളാണ്. ഞാനും എൻ്റെ ഭാര്യയും പ്രേമിക്കുന്ന സമയത്ത് അവൾ എനിക്ക് ആദ്യമായി വാങ്ങിച്ചു തന്ന ഗിഫ്റ്റുകളിൽ ഒന്ന് ഒരു ഗ്രേ നിക്കൽസ് ബാറ്റാണ്. അപ്പോൾ അതിപ്പോഴും ഉണ്ട് വീട്ടിൽ. അപ്പൊ അത്രയും പാഷനറ്റ് ആയിട്ട് ക്രിക്കറ്റിനെ ഫോളോ ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇങ്ങനൊരു ചെറിയ രീതിയിൽ ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഫിക്സ്ചറിന്റെ ഓർഗനൈസിംഗിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങൾ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഉറപ്പുവരുത്തുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീജിത്ത് V നായർ വ്യക്തമാക്കി. ചലച്ചിത്ര നിർമ്മാതാവ് G സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.